അങ്ങനെ ആ യജമാനൻ കുഞ്ഞാടിനെ അവിടെ നിന്ന് ആ ചെളിയൊക്കെ കഴുകിക്കളഞ്ഞ് തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. പക്ഷേ ഈ നമ്മുടെ സിംഹരാജാവിന് എന്ത് പറ്റിയെന്നറിയാമോ? ആ ചതുപ്പ് നിലത്തിലേക്ക് താന്ന് പോയി. കാരണം എന്താണ്? ഈ സിംഹത്തെ രക്ഷിക്കാൻ ആരും വന്നില്ലായിരുന്നു. അതുകൊണ്ട് നമ്മുടെ സിംഹരാജാവ് മണ്ണിലേക്ക് ഇങ്ങനെ ചെടിയിലേക്ക് പോയി. നമ്മൾക്ക് ഒരു യജമാനൻ ഉണ്ടല്ലേ? നമ്മുടെ യജമാനൻ ആരാ? അതെ, യേശുക്രിസ്തുവാണ് നമ്മുടെ യജമാനൻ. അതുകൊണ്ട് നമ്മൾ എന്നെ ആരും കൺട്രോൾ ചെയ്യണമെന്നത് എനിക്ക് ഇഷ്ടമല്ല, ഞാൻ എന്റെ ഇഷ്ടത്തിന് ജീവിക്കും, ഞാൻ ഒന്നും അനുസരിക്കത്തില്ല എന്ന് പറഞ്ഞ് നമ്മുടെ സിംഹരാജാവിനെ പോലെ നടന്നാൽ നമുക്ക് എന്ത് സംഭവിക്കും? അപകടങ്ങളൊക്കെ നമുക്ക് സംഭവിക്കില്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? നമുക്കൊരു യജമാനൻ ഉണ്ടല്ലേ? അപ്പൊ നമ്മൾ യേശുക്രിസ്തു പറയുന്നത് പോലെ അനുസരിക്കണം. ഇത് മാത്രമേ യേശുക്രിസ്തു എന്ത് ചെയ്യത്തുള്ളൂ നമ്മളെ കൂടെ കാണത്തുള്ളൂ. അപ്പൊ നമ്മൾ പൂർണ്ണമായിട്ടും നമ്മുടെ യജമാനിൽ നമ്മൾ ആശ്രയം വയ്ക്കണം.